കെയർ സാജു വീണ്ടും ചേരുന്നുണ്ട്. സാജു, ഈ പറഞ്ഞ പോലെ അദ്ദേഹം അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്. PSC-യിലൊക്കെ അങ്ങനെ ഈ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുമ്പോൾ അങ്ങനെ തിരികെ കയറ്റിയ ആളുകളെ സംബന്ധിച്ച് ഇപ്പം 6 മാസമാണ് വിരമിക്കാനുള്ളതെങ്കിൽ പോലും വലിയ കോളടിച്ചു അല്ലേ? തീർച്ചയായും ഇതിനകത്ത് ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടേത്, അതായത് ഈ ജില്ലാ ജഡ്ജിയുടെ സൂപ്പർ ടൈംസ് സ്കെയിൽ തസ്തികയുടെ പരമാവധി എന്നതാണ് ഇപ്പോഴത്തെ മാനദണ്ഡമാക്കിയിരിക്കുന്നത്. അന്ന് അവർക്ക് ജുഡീഷ്യൽ ഓഫീസർമാർക്ക് 2016 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് നൽകിയത്. ഇവിടെ അങ്ങനെ നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തമല്ല. അങ്ങനെയാണെങ്കിൽ മുമ്പ് വിരമിച്ചു പോയവർക്ക് പോലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മന്ത്രിസഭാ യോഗത്തിന്റെ ഉത്തരവ് ഇറങ്ങേണ്ടതുണ്ട്. അക്കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടത്. പക്ഷേ നിലവിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം കൈ കോളടിച്ച് കിട്ടി എന്ന വാചകമായിരിക്കും ശരിയാവുക. കാരണം 76,000 രൂപ അടിസ്ഥാന ശമ്പളത്തിൽ നിന്ന് 2,24,000 രൂപയായി മാറുന്നു. അതിനനുസരിച്ച് അവരുടെ മറ്റ് ആനുകൂല്യങ്ങളുമൊക്കെ വർദ്ധിക്കുന്നുണ്ട് ഈ സ്കെയിൽ പ്രകാരം. അതേതാണ്ട് 3.5 ലക്ഷത്തിലേക്കൊക്കെ ചെയർമാന്റെ ശമ്പളം ഒരു മാസത്തേത് എത്തും. അംഗങ്ങളുടേത് ഏതാണ്ട് അതിന് തൊട്ടടുത്ത് തന്നെ എത്തുന്ന രീതിയിലാണ് നിലവിൽ സ്കെയിലുള്ളത്. സ്വാഭാവികമായി 70,000 എന്നത് അടിസ്ഥാന ശമ്പളം ഉണ്ടായത് ഏതാണ്ട് 1,19,000-ത്തേക്ക് ഉയരുന്നുണ്ട്. അടിസ്ഥാന ശമ്പളത്തിൽ തന്നെ അത്രയും ഉയർന്നു വരുന്നുണ്ട്. സ്വാഭാവികമായി അതിനനുസരിച്ച് മറ്റ് ആനുകൂല്യങ്ങളുണ്ട്. ഇതിനു പുറമെ ചെയർമാന് വീടും, അതായത് ചെയർമാന് ഫ്ളാറ്റും കാറും ഒക്കെ, അംഗങ്ങൾക്കും കാറും ഒക്കെ PSC-യുടെ വക തന്നെ ഉണ്ട് എന്നതുകൂടി ആലോചിക്കുക. അപ്പോഴാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. അത്തരം ഒരു സംസ്ഥാനത്ത് ഈ പരിഷ്കരണങ്ങൾ ആവശ്യമാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സർവീസ് സംഘടനകൾ തന്നെ ഉയർത്തുന്നത്. പ്രത്യേകിച്ച് ജീവനക്കാരടക്കമുള്ളവരുടെ അവരുടെ DA കുടിശ്ശിക അടക്കം കൊടുത്തു തീർക്കാൻ നിൽക്കുകയാണ്. 2007-ലെ ഒരു ഉത്തരവൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് പറഞ്ഞായിരിക്കുമോ? അതിപ്പം മുഴുവനായിട്ടും ഇതിന്റെ ഡീറ്റെയിൽസ് ഈ ഉത്തരവ് പുറത്തു വന്നാലേ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് അറിയാൻ സാധിക്കുമായിരിക്കുള്ളൂ അല്ലേ? ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് ഇന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ തന്നെ ഉണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളിലെ PSC ചെയർമാന്റെയും അംഗങ്ങളുടെ നിലവിലുള്ള സേവന വേതന വ്യവസ്ഥകൾ ഉൾപ്പെടെ പരിഗണിച്ച ശേഷമാണ് തീരുമാനം എന്ന് പറയുന്നുണ്ട്. അതായത് ആ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ വളരെ കുറച്ച് വാചകങ്ങളെ ഉള്ളെങ്കിലും ന്യായീകരിക്കാനുള്ള വസ്തുതകൾ കൂടി സർക്കാർ അതിൽ വെച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുടേത് കൂടി പരിഗണിച്ചുകൊണ്ടാണ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ PSC-ക്ക് സംസ്ഥാനത്ത് 20 അംഗങ്ങളും ചെയർമാനുമാണ് ഉള്ളത്. അത്രയും പേരുടെ ശമ്പളമാണ് ഇത്രയും വൻതോതിൽ വർദ്ധിക്കുന്നത് എന്ന് ഓർക്കേണ്ടതുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ PSC അംഗങ്ങളുടെയും ഒക്കെ എണ്ണം നമുക്ക് വേറെ പരിശോധിക്കേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത എൻ്റെ കൈവശം ഇല്ല. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള സാഹചര്യങ്ങളാണ് ഈ ഇത്ര വലിയ വർധനവിനെതിരെ സർവീസ് സംഘടനകൾ അടക്കം ഉയർത്തിക്കാണിക്കുന്നത്. അക്കാര്യത്തിൽ ഭരണാനുകൂല സർവീസ് സംഘടനകൾക്കും എതിർപ്പുകൾ ഉണ്ട് താനും. ധന്യ. ശരി സാജു.